കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പി എസ് സിയെ സംബന്ധിച്ച് പി എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഷോർട്ട് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത്. അതനുസരിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ വരുമോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു തസ്തിക പരീക്ഷ നടത്തി അതിന്റെ വാല്യുവേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ ഉദ്യോഗാർത്ഥികൾക്ക് വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച് ആ കട്ട് ഓഫ് മാർക്കിന് ഉള്ളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളോടാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ ഒരു 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 150 പേരോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. പൊതുവെ PSC ആവശ്യപ്പെടുന്ന, അതായത് നോട്ടിഫിക്കേഷൻ കാലാവധിക്കുള്ളിൽ PSC ആവശ്യപ്പെടുന്ന യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ ആയിരിക്കണം പരീക്ഷ എഴുതിയ ഒരു ലിസ്റ്റിൽ വരുന്ന എല്ലാവരും. അപ്പോൾ അങ്ങനെ PSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ആവശ്യപ്പെടുന്ന അവസരത്തിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും യോഗ്യതയെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ കാലാവധിയിലുള്ള യോഗ്യതയും സർട്ടിഫിക്കറ്റിലുള്ള യോഗ്യതയുടെ കാലാവധിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ PSC എത്ര പേരുടെ ലിസ്റ്റാണോ ഷോർട്ട് ലിസ്റ്റ് ആണോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും പേരുടെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷമാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് PSC ഒരു ഡേറ്റ് തീരുമാനിച്ച് ഉദ്യോഗാർത്ഥികളോട് അവരവരുടെ ജില്ലയിലോ ഡിസ്ട്രിക്ട് ഓഫീസിലോ PSC നിശ്ചയിക്കുന്ന സ്ഥലവും സമയവും ഒക്കെ തന്നെ PSC അറിയിക്കുന്നതാണ്. അവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നേരിട്ട് ഹാജരാകുന്നു. അപ്പോൾ അങ്ങനെ നേരിട്ട് ഹാജരാകുന്ന അവസരത്തില് നമ്മൾ കാണിക്കുന്ന സർട്ടിഫിക്കറ്റില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പോൾ നമ്മൾ PSC നോട്ടിഫിക്കേഷൻ സമയത്ത് പല ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ടുള്ള യോഗ്യത ഇല്ലാതെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. എന്താണ്? തത്തുല്യം വച്ചും തുല്യത ഈക്വലൈസേഷൻ വെച്ചും ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് തങ്ങൾ പഠിച്ച കോഴ്സ് ഈ PSC ആവശ്യപ്പെടുന്ന യോഗ്യതയ്ക്ക് തുല്യതയുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, അങ്ങനെ പല സാഹചര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ PSC ആവശ്യപ്പെടുന്ന യോഗ്യത കൃത്യമായിട്ടുണ്ടോ എന്ന് അവര് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള യോഗ്യത ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ PSC റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രൊഫൈലിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാറേ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന്. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം തന്നെ 1 day രജിസ്ട്രേഷൻ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം അത് സേവ് ചെയ്യാൻ. ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് കാര്യങ്ങളെല്ലാം തന്നെ PSC മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളെ വിളിച്ചു ചോദിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ PSC നടത്താറില്ല. നമ്മൾ പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഉൾപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള നടപടികളൊക്കെ തന്നെ PSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫൈലിൽ തെറ്റായ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം വെരിഫിക്കേഷൻ സമയത്ത് ഈ ശരിയായ വേറൊരു വിവരവുമായിട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് വ്യത്യസ്തമായ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് ഹാജരാകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ 1ാം റാങ്ക് കിട്ടിയാൽ പോലും അവരെ റിജക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യവും സത്യസന്ധവും നീതിയുക്തവുമായിരിക്കണം. അത് നമ്മുടെ കയ്യിലുള്ള
സർട്ടിഫിക്കറ്റുകളിൽ ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം പ്രൊഫൈലിൽ നമ്മൾ രേഖപ്പെടുത്താൻ. അല്ലാതെ രേഖപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പരീക്ഷ എഴുതിയാൽ പോലും, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ പോലും നിങ്ങളെ റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. റിജക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് വരുമോ, റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.